മലപ്പുറം കാളികാവിലെ നരഭോജി കടുവയെ പിടികൂടാനുള്ള ദൗത്യം ഇന്നും തുടരും. കടുവയുടെ ദൃശ്യം പതിഞ്ഞ സ്ഥലം കേന്ദ്രീകരിച്ച് ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വമുള്ള സംഘം ഇന്ന് കൂടുതൽ പരിശോധന നടത്തുമെന്ന് അറിയുന്നു. കടുവാ ഭീതിയെ തുടർന്ന് ജോലി മുടങ്ങിയ തൊഴിലാളികൾക്ക് സ്പെഷ്യൽ പാക്കേജ് കൊടുക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ന് അടയ്ക്കാക്കുണ്ടിൽ ജനകീയ പ്രതിഷേധം വരുന്നു. സമീർ ബിൻ കരീം നമുക്കൊപ്പം ചേരുകയാണ് കാളികാവിൽ നിന്ന്. സമീർ, പറയൂ വിവരങ്ങൾ. എസ്.കെ.നി നരഭോജി കടുവയെ പിടികൂടാനുള്ള ദൗത്യം 4ാം ദിവസത്തേക്ക് കടന്നിരിക്കുകയാണ്. അതിൽ വനംവകുപ്പിന്റെ ആദ്യ തിരച്ചിൽ സംഘം നിലവിൽ ഈ കടുവയെ കണ്ടു എന്ന് പറയുന്ന, കഴിഞ്ഞ ദിവസം ക്യാമറയിൽ പതിഞ്ഞു എന്ന് പറയുന്ന ഭാഗത്തേക്ക് യാത്ര തിരിച്ചിരിക്കുകയാണ്. ഇവിടെ സ്ഥാപിച്ചിരിക്കുന്ന ക്യാമറ ഇന്നും സംഘം പരിശോധിക്കും. ഏതെങ്കിലും തരത്തിലുള്ള കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കാവുന്ന ദൃശ്യങ്ങൾ ഇതിലുണ്ടോ എന്നാണ് പ്രധാനമായും നോക്കുക. അതിനുശേഷം ഈ ക്യാമറ മാറ്റി സ്ഥാപിക്കൽ അടക്കമുള്ള നടപടിയിലേക്ക് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കടക്കുമെന്നുള്ളതാണ് നിലവിൽ നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം. ഈ അടുത്ത സംഘം ഏതാണ്ട് അല്പസമയത്തിനകം തന്നെ വനത്തിലേക്ക് പ്രവേശിക്കും. അതിനുശേഷം ഈ സംഘം തെരച്ചിലിന്റെ ഭാഗമാകും എന്നുള്ളതാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. 20 പേരടങ്ങുന്ന 3 ടീമുകളിലായുള്ള RRT സംഘമാണ് ഇന്നും തിരച്ചിൽ നടത്തുക എന്നുള്ളതാണ്. പ്രദേശത്ത് 2 കൂടുകളും വനം വകുപ്പ് നേരത്തെ തന്നെ സ്ഥാപിച്ചിട്ടുള്ളതാണ്. തെർമൽ ഡ്രോണുകൾ അടക്കം ഉപയോഗിച്ചുള്ള പരിശോധനയാണ് ഇന്നും തുടരാനായി വനം വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. ആവശ്യാനുസരണം തിരച്ചിലിന് ഉപയോഗിക്കാനായി 2 കുങ്കിയാനകളെയും ഇവിടെ നേരത്തെ തന്നെ എത്തിച്ചിട്ടുണ്ട്. ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാവുന്നതാണ്. കോന്നി സുരേന്ദ്രനും കുഞ്ചും ഒക്കെ തന്നെ ഈ സമീപത്ത് തന്നെ കേന്ദ്രീകരിക്കുകയാണ്. ഇപ്പോഴും ഈ കടുവയുടെ സാന്നിധ്യം കാണുന്ന പശ്ചാത്തലത്തിലായിരിക്കും കാട്ടിലേക്ക് എത്തിക്കൊണ്ട് വളരെ വിപുലമായ തിരച്ചിലേക്ക് ഈ കുങ്കി ആനകളെ കൂടി ഉപയോഗിക്കുക എന്നുള്ളതാണ് നിലവിൽ നമുക്ക് വനം വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ഈ മയക്കുവെടി വെക്കാനുള്ള എല്ലാവിധ സന്നാഹവുമായിട്ടാണ് ഇന്നും ഈ വനം വകുപ്പ് സംഘം കാട്ടിലേക്ക് തിരച്ചിലിനായി പോയിരിക്കുന്നത്. അത് കടുവയെ കാണുന്ന മുറയ്ക്ക് തന്നെ ഉടനടി നടപടിയിലേക്ക് കടക്കുക എന്നുള്ളതാണ് ഈ വനം വകുപ്പിന്റെ തീരുമാനം. അതേസമയം ഇന്ന് ഈ പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ വൈകുന്നേരം 6 മണിയോട് കൂടെ ഒരു പന്തം കൊളുത്തി പ്രകടനവും ഇന്ന് ഇവിടെ നടക്കും. പ്രധാനമായും ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് ഈ മേഖലയിലെ കർഷകരുടെ ടാപ്പിംഗ് തൊഴിലാളികളുടെയും ജീവന് സുരക്ഷ ഉറപ്പുവരുത്താൻ വേണ്ടി സ്പെഷ്യൽ പാക്കേജ് പ്രഖ്യാപിക്കുക, കടുവ ആക്രമണത്തിൽ നിന്ന് സംരക്ഷിക്കുക, കടുവയെ വേഗത്തിൽ പിടികൂടുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരിക്കും ഈ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള പ്രതിഷേധം ഇന്ന് വൈകുന്നേരം നടക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എസ്.കെ. താങ്ക് യു. എന്തായാലും ജനങ്ങളുടെ കടുവാപ്പേടി അകറ്റാൻ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട്